അത് വളരെ സെലിബ്രിറ്റീസിനൊക്കെ മാത്രം ഒരു മില്യൺ കണക്കിന് ഫോളോവേഴ്സിനെയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. എന്നാൽ ആ സിറ്റുവേഷൻ മാറി കഴിഞ്ഞ വർഷത്തോടെ അതിൻ്റെ ക്രൈറ്റീരിയയിൽ ചെറുതായിട്ടുള്ള ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സെലിബ്രിറ്റി ആകേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾക്ക് വേണ്ട. ആർക്ക് വേണമെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ആകട്ടെ, അത് ലോങ് വീഡിയോ ആകട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോയാകാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതുന്നതാകാം. ഇത് എന്ത് കാര്യമാണെങ്കിലും എന്ത് കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് നമ്മൾക്ക് വരുമാനമുണ്ടാകും. പക്ഷെ വെറുതെ ഒരു കാര്യം പോസ്റ്റ് ചെയ്താൽ ഉടനെ അങ്ങോട്ട് ഡോളർ വാരിക്കോരി തരികയില്ല. നമ്മൾ ഏതൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും ഒക്കെ പാസ്സാകേണ്ടത് പതിവുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിനും ഫേസ്ബുക്കിനും അവരുടേതായ ടെസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ആണ് അവർ ആ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഒരു കണ്ടന്റ് ഇടുന്നു, ആ കണ്ടന്റിന് എനിക്ക് അവർ പൈസ തരണം എങ്കിൽ ഞാൻ അതിന് ഉള്ള ക്വാളിഫൈഡ് ആയിരിക്കണം. ആ ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ അവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള വരുമാനം അവർ തരികയുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ നീണ്ട ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമ്മളൊരു വീഡിയോ കാണുന്നത് പോലെ നമ്മൾക്ക് അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് കുറഞ്ഞത് 2 വർഷമെങ്കിലും അതിനെ പഠിച്ചെടുത്തിട്ട് വേണം നമ്മളൊരു വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വിദ്യാഭ്യാസം ആണ് സ്കൂളുകളിൽ തുടങ്ങണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടക്കമായില്ല എങ്കിലും അത് കണ്ടന്റ് ക്രിയേറ്റർ എന്നത് ഒരു ജോലിയായി അംഗീകരിച്ചു. അത് ഒഫീഷ്യലി അതൊരു പ്രൊഫഷനായി അംഗീകരിച്ച് അപ്പോൾ കുട്ടികൾക്കും അതിനെപ്പറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള തുടക്കം ആയിട്ടുണ്ട്. ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായി. അത് വളരെ സെലിബ്രിറ്റീസിനൊക്കെ മാത്രം ഒരു മില്യൺ